ഹലോ സുഹൃത്തുക്കളെ, നിങ്ങൾ കണ്ടിട്ടില്ലേ ഇവരുടെ വീഡിയോ? നല്ല രസമുള്ള വീഡിയോസാണ്. ഹസ്ബൻഡും വൈഫും വളരെ മനോഹരമായിട്ട് അവരുടേതായ രീതിയിൽ വന്നിട്ട് വീഡിയോ ചെയ്തിട്ട് പോകും അല്ലേ? അത് അവരുടെ ഒരു സന്തോഷമാണ് അല്ലേ? അവരുടെ ആ സന്തോഷത്തിൽ എന്തിനാണ് നമ്മൾ കൈകടത്തുന്നത്? എന്തിനാണ് അവരെ മോശം പറയുന്നത് അല്ലേ? ആരെയെന്നല്ലേ കണ്ടോക്ക്. ഹായ് ഫ്രണ്ട്സ്, ഞാനൊരു കാര്യം പറയാൻ വന്നു. എൻ്റെ ഏട്ടനെ മയിരെ തൊപ്പിയെന്ന് വിളിക്കാൻ നിങ്ങൾക്ക് ആരാ അവകാശം തന്നു? നിങ്ങൾക്ക് ഒരു അവകാശം ആരും തന്നിട്ടില്ല വിളിക്കാൻ, മനസ്സിലായോ? വെറുതെ കമന്റിൽ കയറിയിട്ട് എൻ്റെ ഏട്ടനെ അനാവശ്യം പറയാനുള്ള അവകാശം നിങ്ങൾക്ക് ഒരിക്കലും ഇല്ല. വീട് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ തട്ടിമാറ്റിയിട്ട് പോവുക, എന്തിനു വെറുതെ നിങ്ങൾ. കണ്ടില്ലേ? ഹസ്ബൻഡും വൈഫും വളരെ മനോഹരമായിട്ടൊക്കെ അവരുടേതായ രീതിയിലൊക്കെ നല്ല അടിപൊളി വീഡിയോസൊക്കെ അവരുടെ കൊച്ചു കൊച്ചു സന്തോഷങ്ങളൊക്കെ ഈ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് പങ്കുവയ്ക്കുന്ന ആൾക്കാരാണ് രണ്ടുപേരും. നല്ല രസമാണ് അവരുടെ, എന്താ പറയുക, അവരുടെ വീഡിയോസ് അല്ലെങ്കിൽ അവർ സംസാരിക്കുന്നത് കേൾക്കാൻ തന്നെ നല്ല രസമാണ്. അപ്പോൾ ചില ആൾക്കാർ അവരുടെ വീഡിയോയുടെ കമൻറ്റിൻ്റെ താഴെ പോയിട്ട് അവരെ കളിയാക്കിക്കൊണ്ടിട്ട് മോശമായ രീതിയിൽ കമൻ്റ് ഇട്ടുകൊണ്ടൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട്, കമൻ്റ് ഇടുന്നവരൊക്കെ ഉണ്ട്. നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾക്ക് അവരുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ നിങ്ങൾ അവരെ അൺഫോളോ ചെയ്യുക അല്ലെങ്കിൽ ബ്ലോക്ക് ചെയ്യുക. അങ്ങനെയുള്ള ഓപ്ഷൻ ഒരുപാടുണ്ട് ഇല്ലേ? അത് അവർക്ക് അവരുടെ ഒരു സന്തോഷം, അവരുടെ ഹാപ്പിനെസ് ആണത്. അവർ സന്തോഷമായിട്ട് അവർ ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ നിങ്ങൾക്കുള്ള അതേ റൈറ്റ് അവർക്കും ഉണ്ട്. അവർ വീഡിയോ ചെയ്യുന്ന, അവർ മോശമായിട്ടൊരു കാര്യവും ചെയ്യുന്നില്ല, നല്ല രസമായ വീഡിയോകളൊക്കെയാണ് അവർ ചെയ്യുന്നത്. എത്ര ആൾക്കാർ അവരുടെ വീഡിയോ എടുത്തിട്ട് ട്വീറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ? വളരെ മനോഹരമായിട്ട് തന്നെ അവരെ ഹസ്ബൻഡും വൈഫും വന്നിട്ട് കാര്യങ്ങൾ പറഞ്ഞു പോകുന്നത്. നിങ്ങൾക്ക് അവരുടെ നിറമാണോ പ്രശ്നം, അല്ലെങ്കിൽ അവരിട്ടിരിക്കുന്ന ഡ്രസ്സിൻ്റെ പ്രശ്നമാണോ നിങ്ങൾക്കുള്ളത്? അതാണോ നിങ്ങളുടെ പ്രശ്നം? ഇവിടെ എത്രയോ പെണ്ണുങ്ങൾ അരക്കുറ ഡ്രസ്സ് ഇട്ടിട്ട് തുറന്ന് കാണിച്ചിട്ട് വീഡിയോ ചെയ്യുന്നുണ്ട്. ചില തള്ളമാർ തന്നെ തുറന്നിട്ടിട്ട് വീഡിയോ ചെയ്തിട്ട് ഡേറ്റിങ്ങിന് 30,000 രൂപ, ഒരു ചായ കുടിക്കാൻ 30,000 രൂപ, കൂടെ കിടക്കാൻ 30,000 രൂപ മേടിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോ ചെയ്യുന്നുണ്ട്. ചെറിയ ഊള ചാനലുകൾ ഇവളെയൊക്കെ ഇൻ്റർവ്യൂവിന് വിളിക്കുന്നുണ്ട് ഇല്ലേ? അവരെ പോലെയാണോ ഇവർ? അവരവരുടേതായ രീതിയിൽ അവരുടെ സന്തോഷം കണ്ടെത്തുകയല്ലേ അവർ ആ വീഡിയോയിൽ. നിങ്ങൾക്ക് അവരുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ നിങ്ങൾ ബ്ലോക്ക് ചെയ്യുക, അല്ലെങ്കിൽ അവരെ അൺഫോളോ ചെയ്യുക, ഒഴിവാക്കുക, അത്രയേ ഉള്ളൂ. എന്തിനാണ് അവരുടെ പിന്നാലെ അവരുടെ കമൻറ്റ് ബോക്സിൽ പോയിട്ട് അവരെ കുറ്റം പറയുന്നത്? നീ കറുപ്പാണ്, നീ മറ്റയാണ് മറിച്ചാണ്, നിൻ്റെ വീഡിയോസ് കൊള്ളൂല. എന്തിനാ? അതിൻ്റെ ആവശ്യം എന്താണ്? നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ നിങ്ങൾ ഒഴിവാക്കി പോവുക. അവരവരുടെ ഇഷ്ടത്തിന് വീഡിയോ ചെയ്ത് പോയിക്കോട്ടെ. നല്ല രസമാണ് അവരുടെ വീഡിയോ കാണാൻ വേണ്ടിയിട്ട്. ഞാൻ കാണാറുണ്ട്, ഞാൻ സപ്പോർട്ടും ചെയ്യാറുണ്ട്. ഭയങ്കര രസമാണ്. രണ്ടുപേരും ഹസ്ബൻഡും വൈഫും വളരെ നല്ല രീതിയിൽ അവരുടേതായ ഒരു ടോണിൽ സംസാരങ്ങളൊക്കെ ആയിട്ട് വീഡിയോ ചെയ്തു പോകുന്ന ആൾക്കാരാണ്. നമുക്ക് ഇഷ്ടമില്ലെങ്കിൽ നമ്മൾ അവരെ ബ്ലോക്ക് ചെയ്യുക, അത്രയേ ഉള്ളൂ. എന്തിനാണ് അവരുടെ ജീവിതത്തിലോട്ട് നമ്മൾ ചെന്നിട്ട് മോശമായ കമൻറ്റ്, നിറം കൊള്ളൂല, മറ്റയാണ് മറിച്ചയാണ്, തെറി വിളിക്കുന്നത്? ആ മോശമാണ് കേട്ടാ. അവരവരുടേതായ രീതിയിൽ ജീവിക്കട്ടെന്നേ. ഇവിടെ തുറന്നിട്ട് ജീവിക്കുന്ന കുറേ പെണ്ണുങ്ങളില്ലേ ഇതിൻ്റെ അകത്ത്? തുറന്നിട്ട് ജീവിക്കുന്ന അവരെ പോലെയാണോ അവർ? അല്ലല്ലോ. വളരെ മാന്യമായിട്ട് വീഡിയോ ചെയ്തു പോകുന്നവരല്ലേ. വിട്ടേക്ക് മച്ചാന്മാരെ, പാവങ്ങളാണ്. അവർക്കും വേണ്ടേ സോഷ്യൽ മീഡിയയിൽ? അവരും വരട്ടെ സോഷ്യൽ മീഡിയയിൽ വീഡിയോസൊക്കെ ചെയ്ത് അടിപൊളിയായി വരട്ടെ. പൈസ ഉള്ളവരും നല്ല അടിപൊളി വെൽ ഡ്രസ് ഇടുന്നവരും മാത്രമൊക്കെ വീഡിയോ ചെയ്താൽ മതിയാ? എല്ലാവരും ചെയ്യട്ടടോ. സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഉയർന്നു വരട്ടെ. കഴിവുള്ളവർ ഓരോരുത്തവരും ഉയർന്നു വരണം, അത്രയേ ഉള്ളൂ. മനസ്സിലായില്ലേ? അടിപൊളിയാണ് അവർ, സൂപ്പറാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവരുടെ രണ്ടുപേരുടെയും വീഡിയോ. അപ്പോൾ എല്ലാ മച്ചന്മാരോടും മച്ചാത്തിമാരോടും പറയാനുള്ളത്, അവരവരുടെ രീതിയിൽ വീഡിയോ ചെയ്ത് വെക്കോട്ടെ. നിങ്ങൾ ശല്യം ചെയ്യാതിരിക്കുക, അത്രേ പറയാനുള്ളൂ. അപ്പോൾ ശരി, എന്നാൽ ബൈ ബൈ, അടുത്ത വീഡിയോയിൽ കാണാം.